ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളെല്ലാം വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ ഒരു ടൈമിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ അല്ലെങ്കിൽ COVID-19 എന്നൊരു ഗ്ലോബൽ പാൻഡമിക് ലോകത്തെല്ലായിടത്തും നാശം വിതച്ചുകൊണ്ട് മുന്നേറുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളും ആഴ്ചകളുമായി നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം കൊറോണയെക്കുറിച്ച് മാത്രമാണ്. കൊറോണയുടെ വിശേഷങ്ങൾ വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും ന്യൂസിലായാലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ, അതിൻ്റെ ട്രോൾസ്, മെമേസ്, ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഡിസംബർ എൻഡ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിൽ ചൈനയിലെ വുഹാനിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പെട്ടെന്നത് യൂറോപ്പിലെ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം നാശം വിതച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും ഒക്കെ എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി അതിൻ്റെ നമ്പേഴ്സ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു 1 lakh to 2 lakhs അതിൻ്റെ നമ്പേഴ്സ്, പോസിറ്റീവ് കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിലും സ്ഥിതി വ്യത്യസ്തമല്ല. വളരെ പെട്ടെന്ന് അതിൻ്റെ നമ്പേഴ്സ് കൂടുന്നു. ഇന്ന് ഏകദേശം ഒരു ലേറ്റസ്റ്റ് ഫിഗേഴ്സ് എടുത്ത് നോക്കിയാൽ ഏകദേശം 10,000 പോസിറ്റീവ് കേസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു 21 ഡേയ്സിൻ്റെ ലോക്ക്ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ ക്രൈസിസിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് എക്കോണമി തന്നെ ഒരു ക്രൈസിസിലോട്ട് മൂവ് ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനെ കൊറോണ നമുക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് ടേംസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? സോഷ്യൽ ഡിസ്റ്റൻസിങ്, വർക്ക് ഫ്രം ഹോം എന്നിവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പൊന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊരു വാക്ക് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മളെല്ലാവരും വളരെ അടുത്തിടപഴകി ജീവിക്കുന്നവരാണ്. അതിനിടയിലേക്കാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന ഒരു സംഭവം കടന്നു വരുന്നത്. ഒപ്പം വർക്ക് ഫ്രം ഹോം ലോകത്തെല്ലായിടത്തും IT കമ്പനികളായാലും മറ്റെല്ലാ കമ്പനികളായാലും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നൊരു നോമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു ടൈമിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു ലോകം മുഴുവൻ ഒരു അതിജീവനത്തിൻ്റെ നാളുകളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് തടയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ സാമൂഹ്യ വ്യാപനം തടയാൻ വേണ്ടി സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എത്രത്തോളം നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ സാധിക്കുമോ അത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇതിനൊരു വാക്സിനേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ ടെസ്റ്റ്സ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു കർവ് ഫ്ലാറ്റൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി പല ഗവൺമെൻറ്റ്സും സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ കേരളത്തിലെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആയാലും ഇന്ത്യയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂ ആയാലും അതിലൊക്കെ നമ്മൾ പങ്കുചേരുക. ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ അതിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ സാധിക്കുമോ അത്രത്തോളം കുറക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയും ആഘോഷങ്ങൾ നടക്കുന്നില്ല, ഒത്തുചേരലുകൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും കുറച്ചു നാളത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ഈ ആഘോഷങ്ങളും ഒത്തുചേരലും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു സാമൂഹ്യ വ്യാപനം തടയാൻ നമുക്ക് പങ്കുചേരാം. സോ ബ്രേക്ക് ദ ചെയിൻ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ആൻഡ് വി വിൽ ഓവർകം ദിസ്. താങ്ക് യു.